എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ക്ഷേത്രത്തിൽ വെച്ച് പ്രകാശനെ കാണുന്നുണ്ട് ഭാനുമതി മുത്തശ്ശി. പിന്നീട് പ്രകാശം പറയണം, അമ്മ എന്താ കരുതിക്കൊണ്ടിരിക്കണേ? എനിക്ക് മാറ്റം സംഭവിച്ചെന്നോ? ഒരിക്കലും ഇല്ലമ്മേ, ഞാൻ മാറാനൊന്നും പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ ദുഷ്ട, അപ്പൊ നീ മാറിയിട്ടില്ലല്ലേ? അപ്പൊ നീ അവിടെ വന്ന് കിടന്ന് കാണിച്ചല്ല അഭിനയമായിരുന്നില്ലേ? അപ്പോഴേ എനിക്ക് സംശയം തോന്നുമായിരുന്നു നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ കഴിയില്ലെന്ന്. പിന്നെ ഒരു ദിവസം കൊണ്ട് മാറാനായിട്ട് അതിന് ഞാൻ ഭാനുമതി അമ്മ അല്ലല്ലോ എന്ന് പറയണം. അതേടാ, നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം വരണം. എനിക്ക് വയസ്സും പ്രായം ആയട മോനെ, നിന്റെ പ്രായമല്ല എനിക്ക്. എനിക്ക് കണ്ട കടത്തണ്ട കയറി കിടക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴെനിക്കൊരു ആശ്രയമുണ്ട്, സായാഹ്നം. അവിടുന്ന് എന്നെ ഇറക്കി വിട്ടിട്ടാണെങ്കിൽ എനിക്ക് പോകാനായിട്ട് ഇടവില്ല. നിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് ഞാൻ എങ്ങനെ കിടന്നുറങ്ങൂടാ. ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും കയ്യെ പിടിച്ച് ഇറക്കി വിട്ടാ വീണ്ടും ഞാൻ തെരുവിൽ കൂടെ തെണ്ടി നടക്കേണ്ടി വരും. നിനക്കൊരു ആശുപത്രി ചെലവിന് പൈസ വേണ്ടി വന്നപ്പോ ഞാൻ തെണ്ടി നടക്കുമായിരുന്നു. ഇനി എന്നെ കൊണ്ട് വയ്യടാ. നിനക്കും നിന്റെ കൊച്ചുമാരും ഒന്ന് ചെലവിന് തരാനും എന്നെ കൊണ്ട് പറ്റില്ല. നിനക്കൊരു മകനുണ്ടല്ലോ, നീ വളർത്തി വലുതാക്കിയ രാജകുമാരനാന്നും പറഞ്ഞു കൊണ്ടുവരുന്നേ. ഇത്രയും നാളും ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നീ അവനോടൊപ്പം പോയിക്കോ, അവനോടൊപ്പം പോയി ജീവിച്ചോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കിരണിന്റെയും കല്യാണിയുടെയും മേത്ത് ഒരു തരി മണ്ണ് വാരിയിടാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കുമെന്ന് അവർക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ആ നാവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? നിന്റെയൊക്കെ ദുരന്തം കാണാൻ വേണ്ടിയിട്ടായിരിക്കും. നീയൊക്കെ ചത്ത് മണ്ണോടടിയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറയാം. ഇത് കേട്ടപ്പോ പ്രകാശൻ പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി തള്ള ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കാം. അതേടാ, ഞാൻ പറയും, ഇനിയും പറയും. ഇത്രയും കാലം ഞാൻ ദുഷ്ടത്തരമൊക്കെ ചെയ്തു, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഇനിയുള്ള കാലമെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയായിട്ട് എനിക്ക് ജീവിക്കണം. അതിനു വേണ്ട മേലാല് അവർക്കൊരു വിലങ്ങതിരിയായിട്ട് വന്നേക്കരുത്. എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടേക്കരുത്. അമ്മയെന്നും വിളിച്ചോണ്ട് സായാഹ്നത്തിന്റെ പടി ചവിട്ടി നീ വന്നേക്കരുത്. നിനക്ക് എന്ന് മാറ്റം ഉണ്ടാകുന്നോ അന്ന് എനിക്ക് നിന്റെ മുഖം കണ്ടാൽ മതി, അല്ലാതെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് നടക്കുവാണ്. പ്രകാശൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിരുന്നു, എത്ര പെട്ടെന്ന് മനുഷ്യന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നേ. എന്നാലും അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നില്ല. പിന്നീട് കിരണ് പോകുന്ന സമയത്ത് കിരണിന്റെ ഫോണിലേക്ക് കാർത്തിയെ വിളിക്കുകയാണ്. കാർത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കിരണിനെ അത്യാവശ്യം ഒന്ന് കാണണമെന്ന് പറയാം. എന്താ കാർത്തിയ കാര്യം? അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ആ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് വന്നാൽ മതി, അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ കിരണും കാർത്തിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലണം. ആദ്യം കിരൺ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കാർത്തിക വരുന്നത്. അങ്ങനെ കാർത്തികയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ ചോദിച്ചു, എന്തോ കാര്യമായിട്ട് പറയാണ്ടല്ലോ. അതെ, ഒരു പക്ഷെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. അല്ല, കാര്യം എന്താന്ന് പറ, ഇതുവരെ ആയിട്ടൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണം. അപ്പൊ അവരങ്ങോട്ടേക്ക് കയറി പോണത് ഈ പറയുന്ന വിക്രത്തിന്റെ കൂട്ടാളികൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നേരത്തെ നോട്ടം ഇട്ട് വെച്ചേക്കാണല്ലോ കിരണിനെ. അപ്പൊ തന്നെ അവര് വിക്രത്തിനെ വിളിക്കുകയാണ്. വിക്രത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ, നീ ടാർജറ്റ് ചെയ്ത് അവനുണ്ടല്ലോ, അവൻ അങ്ങോട്ട് കയറി പോയിട്ടുണ്ടെന്ന് പറയണം. ആഹാ, അത് കൊള്ളാം, നല്ല സമയം തന്നെ, നല്ല ബെസ്റ്റ് ടൈം ആണല്ലോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ പദ്ധതി അങ്ങോട്ട് നടപ്പിലാക്കിയേക്കാന്ന് പറയണം. ഒരു കാരണവശാലും അവനെ വെറുതെ വിടത്തില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ട് തീർത്ത് കളഞ്ഞാരെ. പിന്നെ ഒന്നും നോക്കണ്ട, ഇനി ഒന്നും നോക്കാനില്ലെന്ന് പറയണം. അവന് ഒറ്റയടിക്ക് തീർത്ത് കളയാൻ പറ്റുമെങ്കിൽ അത് ചെയ്തേക്കാൻ പറയണം. അങ്ങനെ ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കുക. പിന്നീട് നേരെ സരുവിന്റെ ഫോണിലേക്ക് വിളിക്കുക. സരുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമാവുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ സരു പറഞ്ഞു, സത്യമാണോ വിക്രയി പറയണെന്ന് ചോദിക്കുക. സത്യം ഞാൻ പറയണേ, ഇനി അധിക സമയം അവന് ലായസ് ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം വലിയ സന്തോഷമായി സരുവിന്. സരു എന്ത് ചെയ്യണം, പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു നടന്നേ. ഇനി ഇപ്പൊ അവന്റെ നടക്കാൻ പോന്നെ അവന്റെ മരണത്തിന്റെ ആഘോഷമായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. അങ്ങനെ കേക്ക് കൊണ്ട് നിങ്ങടെ വെക്കുമ്പോഴത്തേനും ശാരി വന്നിട്ട് ചെന്താ മോളെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ആരുടെ ബർത്ത്ഡേ ഒന്നും ഇല്ല, പിന്നെന്തിനാ കേക്ക്? അതോ, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും മുറിക്കാനുള്ളതെന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴോ? അതെ, ഒരാഘോഷം നടക്കാൻ പോകുന്നുണ്ട്, ആ ആഘോഷ ചടങ്ങിനിടെ മുറിക്കാനുള്ളതെന്ന് പറയും. അതിനിവിടെ ആഘോഷമൊന്നും ഇല്ലല്ലോ, അതൊക്കെ കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പം മുറിക്കാനുള്ള കേക്കാ, അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുപോയി അങ്ങോട്ട് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെക്കണം. ശാരി ഇങ്ങനെ ആലോചിച്ചു, ഇവൾ ആരുടെ കാര്യം പറയുന്നേ? ആഘോഷത്തിന്റെ കാര്യമൊക്കെ. എന്റെ ഭഗവാനെ, നീ എന്തേലും ഊരാക്കുടുക്കി ചെന്ന് പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വെട്ടെന്ന് മുറിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തിലാണ് ഇപ്പൊ സരിവ് നടക്കണേ. ഏതൊക്കെ കുടുക്കി ചെന്ന് ചാടിയിട്ടുണ്ടെന്നും അറിയത്തില്ല. പോരാത്തന്നെ മനോഹരനെ പോലെയുള്ള ഭർത്താവാണ് അവളോടൊപ്പം ഉള്ളത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം അവൻ അതിന്റെ ആവശ്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവളെ അവൻ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഒരു ടെൻഷനൊക്കെ ശാരിയുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവളൊന്നും പറയാനും പോകുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു മനസ്സിൽ. ആ സമയം
കാർത്തിക കിരണനോട് ആ കാര്യങ്ങളൊക്കെ പറയണം. ഇത്രയും കാലം ഒരു വലിയ സത്യമൊക്കെ ഒളിപ്പിച്ചു വെച്ച് ഞാൻ ഇരുന്നേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു എന്താ കാര്യം? അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് പറയണം. ശത്രുക്കളോ? അതെ, ചെന്നൈയിലുള്ളതാ. പക്ഷെ ഇവിടെയല്ല. ഏത് നിമിഷം എന്ത് വെള്ളം സംഭവിക്കും. അമ്മയും ഞാനും ഒരു പക്ഷെ പേടിയിലാണ് ഇത്രയും നാളും ഇവിടെ കഴിഞ്ഞു കൂട്ടിയതിനെ. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇങ്ങോട്ട്. അവിടെ കൺമുന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പോലും മടിക്കാത്തവരാന്ന് പറയാം. ഒരു പക്ഷെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഇങ്ങനെ തുറന്നു പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയായിരുന്നു ഇത്രയും കാലം. ഇനി പക്ഷെ മൂടി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം അമ്മയ്ക്കൊരാശ്വാസം ഞങ്ങളോടൊപ്പം കിരണും കല്യാണി എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ കിരണിന്റെ അച്ഛനാണ് അത്യാവശ്യം പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളാൻ പറയണം. അങ്ങനെ കാർത്തിയെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ആകെപ്പാടെ ഒരു ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കിരൺ ഓർത്ത് ഇത്ര വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നിട്ടാണോ ഇത്രയൊക്കെ കാലം ഇവരും ജീവിച്ചെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. അതുകൊണ്ട് ഇനി എപ്പോഴും നിങ്ങളുടെ ആശ്രയത്തിൽ ഞങ്ങൾക്ക് കഴിയാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും ഞങ്ങൾ ഏത് നിമിഷവും അപകടത്തിൽ വിടാം. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളല്ലേ ഉള്ളേ, എന്തിനും ഏതിനും എപ്പോൾ വേണേലും ഞങ്ങളെ വിളിക്കാം. ആ സെക്കൻഡിൽ ഞങ്ങൾ ഓടിയെത്തും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കല്യാണിൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിനകത്ത് നമ്മളെല്ലാവരും കൂടെ വീട് വെച്ചിട്ട് അതിനകത്ത് താമസിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അതിനകത്തേക്ക് കയറി ആർക്കും പെട്ടെന്നൊന്നും ആക്രമിക്കാണ്ട് സാധിക്കില്ല. അത് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. അധികം വൈകാതെ തന്നെ ആ നമുക്ക് സാധിക്കണം എന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയമാണ് വിക്രവും വിക്രത്തിന്റെ ഗുണ്ടകളും അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാർത്തികൻ കിരണും കൂടെ അങ്ങോട്ടേക്ക് സംസാരിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഒരു നിമിഷം വിക്രം അമ്മയോട് പറഞ്ഞു ദേ വരുന്നുണ്ട്, രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ടോ, അവിടെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നുണ്ടോ. പറ്റിയ അവസരം തന്നെയാണ്. ഈ അവസരത്തിൽ തന്നെ അങ്ങോട്ട് ചെല്ലാൻ തീർത്ത് കളഞ്ഞാലേ, വേറൊന്നും നോക്കണ്ട. ഇവിടെയാണെങ്കിൽ അധികാരം വീടുകളും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഇനിയിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടായാലും അവന്റെ ജീവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല, അവൻ മരിച്ചു പോണം എന്നൊരു ചിന്തയൊക്കെ വരുവാണ്. ആ സമയത്ത് കല്യാണി കിരണിനെ വിളിക്കുന്നുണ്ട്. കിരണിനെ വിളിച്ചിട്ട് ചോദിച്ചു കിരണേട്ടൻ എവിടെയാന്ന് ചോദിക്കാം. ദേ ഞാൻ കാർത്തികയുടെ ഒപ്പം ഉണ്ടെന്ന് ഞങ്ങൾ ഇത് സംസാരിച്ചോണ്ടിരിക്കുവാന്ന് പറയാം. അല്ല കുറെ സമയമായി കണ്ടിട്ട് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയണം. ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ തന്നെ ഞങ്ങൾ എത്തിയേക്കാം, ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ കിരണം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. അപ്പത്തേനും ദൈവം വന്നിട്ട് ചോദിച്ചു അല്ല കിരൺ മോനെ വിളിച്ചോന്ന് ചോദിക്കണം. വിളിച്ചമ്മേ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, കാർത്തിയേച്ച് കൂടെയുണ്ട്, അവരെന്തോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഒരു പക്ഷേങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചൊക്കെ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം പെട്ടെന്ന് ദീപ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കാർത്തിക മോളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരായിരുന്നോ, ഇവിടുത്തെ ഉച്ചയോടെ ഇന്ന് കാർത്തിക മോളോടൊപ്പം കഴിക്കാന്ന് പറയായിരുന്നല്ലോ, കാർത്തിക മോൾക്കും നമ്മളെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കായിരുന്നോ. അത് ഞാൻ മറന്നുപോയി, ചിലപ്പോ കാർത്തിയേച്ചി വരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കാർത്തികയും കിരണം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വിക്രത്തിന്റെ ഗുണ്ടകളാണ് വരുന്നത്. അപ്പം സംസാരിച്ച് അങ്ങോട്ട് കാർത്തിക പറഞ്ഞു എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞ് അങ്ങ് തിരിവാണ്. ഈ സമയത്ത് കിരണ് വണ്ടിയിലേക്ക് കയറാനായിട്ട് കിരൺ അങ്ങോട്ട് വരുവാണ്. ആ സമയം വിക്രത്തിന്റെ ഗുണ്ട വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു ഇരിപ്പോയിപ്പൊക്കെ ഉണ്ടായിരുന്നു. അയാളത് പുറയും മറച്ചു പിടിച്ചോണ്ടാ വരുന്നത്. അപ്പൊ കിരൺ അങ്ങോട്ട് വണ്ടിയിലേക്ക് കയറാൻ പോയത് പുറകെ വന്ന് കിരണിന്റെ തലക്കിട്ട് ഒറ്റ ഒരു അടിയായിരുന്നു. കിരൺ അപ്രതീക്ഷിതമായ ഒരു അടി ആയതുകൊണ്ട് കിരൺ പെട്ടെന്ന് വേച്ചു പോയി താഴേക്ക് അങ്ങോട്ട് വീണു. തലക്കേറ്റ അടിയല്ലേ. ഒരു കരച്ചില് കേട്ട് കാർത്തിക തിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും കിരൺ താഴേക്ക് വീഴുന്നതാണ്ടേ. പെട്ടെന്ന് ഒരു നിമിഷം കാർത്തിക സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടാന്നും വിളിച്ച് അലറി വിളിച്ച് കാർത്തിയും കൂടെ വരുമ്പോഴത്തേനും അടുത്ത അടിയും കൂടെ കൊടുത്തു കഴിഞ്ഞു കിരണ്ട്. അപ്പത്തേനും അവന്മാരവിടെ നിന്ന് ഓടുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കാർത്തികയ്ക്ക്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തന്നെ കാർത്തിക എന്ത് ചെയ്യാണ്, കിരണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ നാളെ അറിയാം. ഫുൾ വിശേഷം വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള. ഇനിയിപ്പൊ അവസാനം എല്ലാരും കൂടെ വന്നു കഴിയുമ്പത്തേനും പറയും ഇത് സ്വപ്നമാണോ എന്ന്. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് സ്വപ്നമാകാൻ ചാൻസ് ഇല്ല. കാരണം വിക്രം എന്തിനും തയ്യാറായിട്ടാണ് നടക്കണേ. പക്ഷെ കിരണിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കിരൺ റിക്കവർ ആയിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇനി വിക്രത്തിന്റെ അന്ത്യമായിരിക്കും നടക്കാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.